ഏഴാം സന്ദർശനത്തിന് UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിസ്മരണീയ വരവേൽപ്പാണ് ഇന്ത്യൻ സമൂഹം നൽകിയത്. അഹ്ലൻ മോദി ആഘോഷം ഇന്ത്യയുടെ സമൃദ്ധ സംസ്കാരത്തിൻ്റെ നേർക്കാഴ്ച കൂടി ആയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢ ബന്ധം വ്യക്തമാക്കുന്നതുകൂടിയായിരുന്നു അഹ്ലൻ മോദി ആഘോഷം. ഷെയ്ഖ് സായിദ് സ്പോർട്സ് സിറ്റിയെ ഇളക്കിമറിച്ച ഘോഷയാത്ര. സ്റ്റേഡിയത്തെ വലം വെച്ച് ഒരു നാടിൻ്റെ കലാരൂപങ്ങളെല്ലാം ഒഴുകി നീങ്ങി. മോഹിനിയാട്ടവും ഭരതനാട്യവുമെല്ലാം സായിദ് സ്പോർട്സ് സിറ്റിയിൽ പതിനായിരങ്ങൾക്ക് മുന്നിലെത്തി. ചെണ്ടമേളവും മുത്തുക്കുടയുമെല്ലാം അണിനിരന്നതായിരുന്നു കേരളത്തിൻ്റെ കലാപ്രകടനം. കേരളം മുതൽ കശ്മീർ വരെയുള്ള 9 സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ അഹ്ലൻ മോദിയുടെ വേദിയിലെത്തി. ദേശഭക്തി നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഓരോ കലാപ്രകടനങ്ങളും. മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് ഈ സാംസ്കാരിക പരിപാടികളുടെ പരിശീലനം. വിവിധ എമിറേറ്റുകളിലായി ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു പരിശീലന പരിപാടികൾ. ദുബായിലെ സാംസ്കാരിക പരിപാടികൾക്ക് നേതൃത്വം നൽകിയതാകട്ടെ മലയാളിയായ ശില്പ നായർ. We have a lot of state-wise dances and music and patriotic music and പിന്നെ UAE and India ബോണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡാൻസിൽ കൂടെ പെർഫോമൻസസ് കൂടെ നമ്മളത് കാണിക്കുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ പുട്ട് ഇൻ ടു the whole show. സായിദ് സ്റ്റേഡിയത്തിലെത്തുന്നതിനു മുൻപ് സെന്റ് റിഗിസ് ഹോട്ടലിലും മലയാളി സമൂഹം പ്രധാനമന്ത്രിക്ക് വരവേൽപ്പ് നൽകി. പാട്ടിൽ നിരവധി റെക്കോർഡുകളിട്ട ദുബായിലെ മലയാളി ഗായിക സുജേതയുടെ പാട്ട് പ്രധാനമന്ത്രിയെ അത്ഭുതപ്പെടുത്തി. UAE മന്ത്രി റീം അൽ ഷംസിയോട് സുജേതയുടെ കഴിവിനെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു. എണ്ണൂറോളം കലാകാരന്മാർ അഹ്ലൻ മോദി വേദിയിൽ സാംസ്കാരിക കലാപ്രകടനങ്ങളുമായി എത്തി. പാട്ടുകൾക്കൊപ്പം നർത്തകർ ചുവടുവെച്ചപ്പോൾ ഗാലറി ഇളക്കി മറിഞ്ഞു. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം പ്രീതി പട്ടേൽ, നടൻ സുരേഷ് ഗോപി തുടങ്ങി നിരവധി പ്രമുഖരും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ സായിദ് സ്പോർട്സ് സിറ്റിയിലെത്തി. മലയാളത്തിലടക്കം തെന്നിന്ത്യൻ ഭാഷകളിലും അറബിയിലും മോദി സംസാരിച്ചതോടെ സന്ദർശകരുടെ ആവേശം 10 മടങ്ങായി. Bharat is proud of you. Bharatam nigandai ortho abhimanikunno unglai partu bharatam peru mai padgirdo. ಭಾರತ ನಿಮ್ಮ ಬಗ್ಗೆ ಹೆಮ್ಮೆ ಪಡುತ್ತದೆ. మీపై భారతదేశం గర్విస్తోంది. മണിക്കൂറുകൾ നീണ്ടതായിരുന്നു സാംസ്കാരിക പ്രകടനങ്ങൾ. ഇത്രയ്ക്ക് മനോഹരമായ ഒരു വരവേൽപ്പിന് സായിദ് സ്റ്റേഡിയം സാക്ഷിയാകുന്നത് അത്യപൂർവം.